CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ പട്ടയമേള ജൂലൈ 15-ന് കുന്നംകുളം ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിട്ടും തയ്യാറാകാതെ വീട്ടുടമ. ഏതു നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന കെട്ടിടമുള്ളത്. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന ആക്കിക്കാവ് തിപ്പലശ്ശേരി റോഡിൽ ആൽത്തറയിൽ. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ബൈക്ക് മെക്കാനിക്കിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ ബൈക്കിന്റെ എഞ്ചിൻ മോഷണം പോയതായി പരാതി. പെരുമ്പിലാവ് ഫാൽക്കൺ മാളിന് പിറകിൽ താമസിക്കുന്ന മുഹമ്മദ് നസീറിന്റെ വീട്ടിൽ നിന്നാണ് എഞ്ചിൻ മോഷ്ടിക്കപ്പെട്ടത്. ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയകരമായ 11 വർഷങ്ങളെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ സംഘടിപ്പിച്ചു. പൗരസ്ത്യ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സ്വീകരണം നൽകി. വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായി സെന്റ് തോമസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പാറന്നൂർ ജനകീയ വായനശാല സന്ദർശിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ തെലങ്കാനയിൽ മരണമടഞ്ഞ ബ്രഹ്മാനന്ദഗിരി സ്വാമിയെ ജന്മനാട്ടിൽ അനുസ്മരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്നിരുന്ന ശിവസഹസ്രനാമ ലക്ഷാർച്ചന സമാപിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ സീനിയർ CLCയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ക പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂരിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ചിത്രങ്ങൾ കത്തിച്ച് പ്രതിഷേധ ജ്വാല നടത്തി. 5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ പകൽ വീട് ഇതുവരെ തുറന്നുകൊടുത്തില്ല. 10 ലക്ഷം രൂപ ചെലവിട്ട് വട്ടമാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമാണ് കെട്ടിടം നിർമ്മിച്ചത്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ദിനം ആഘോഷിച്ചു. കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനം പഞ്ചാരമുക്ക് IMA ഹാളിൽ നടന്നു. അധികാരധാർഷ്ട്യത്തിന്റെ ആൾരൂപമായി കേരളത്തിലെ ആരോഗ്യമന്ത്രി അധപതിച്ചുവെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി MP ഹാരിസ് ബീരാൻ പറഞ്ഞു. MSF ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് നടന്ന സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത സഭാപിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാളിന് ആർത്താറ്റ് അരമനയിൽ കൊടിയേറി. BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ നടത്തി. കേരള കർഷക സംഘം കുന്നംകുളം സൗത്ത് മേഖലാ സമ്മേളനം ആർത്താറ്റ് ഗ്ലേഡു ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സംഘടനാ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കീഴിലുള്ള കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുറിലോസ് ബാവയുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം പ്രസിഡന്റായി നിയമിതനായ PK വിനോദിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.